അവരുടെ ചർച്ച എന്ന് പറയുന്നത്, പൊതു ചർച്ച എന്ന് പറയുന്നത് ഗാസയുടെ പുനർനിർമ്മാണമാണ്. അത് പലസ്തീനികളെ തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു വാക്കാണ് അവർ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയുടെ കീഴിലായിരിക്കണം ഇതിൻ്റെ ക്രമസമാധാന ചുമതല എന്ന് പൊതുവെ കരാറുണ്ടാക്കിയ സമയത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പക്ഷേ ടർക്കി വരാൻ പാടില്ല എന്ന് ഇസ്രായേൽ ശക്തമായിട്ട് പറയാനും തുടങ്ങി. ഈ വിഷയങ്ങളൊക്കെ ഇവരുടെ ചർച്ചയിലുണ്ട്. പിന്നെ മാത്രമല്ല, എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കണം ഗാസയെ പുനർനിർമ്മിക്കേണ്ടത്. എന്നുവെച്ചാൽ അതിനു വേണ്ടിയുള്ള സമ്പത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ് വിനിയോഗിക്കേണ്ടത്, മറ്റാരെയും അതിനകത്ത് പെടുത്തണ്ട എന്നുകൂടി അവർ ചർച്ച ഉണ്ടായി എന്നാണ് നമ്മൾ വാർത്തയിൽ മനസ്സിലാക്കിയത്. ഇത് നടക്കുന്നതിനിടയിൽ തന്നെ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു നാറ്റോ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അത് പരസ്യമായ ചർച്ചയല്ല, രഹസ്യമായിട്ട് അവർ നടത്തുന്നതാണ്. അങ്ങനെ ആണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്തിരിക്കും. പക്ഷേ ഇതുവരെയായിട്ടും അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ ചർച്ചകളും അസോസിയേഷൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ അടിയുണ്ടാകും. അടി എന്ന് പറയാൻ, യുദ്ധം എന്ന് പറയാൻ പറ്റും. അതിന് കാരണം ഇന്ത്യയും, അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു, തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. കാരണം ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ വരുന്നു, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി വരുന്നു, നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നു, പലതരം കരാറുകളും ഉണ്ടാകും. അപ്പോൾ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായ അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അത് പാകിസ്ഥാന് ഒട്ടും ഇഷ്ടമായില്ല. കാരണം എന്താണ്, അഫ്ഗാനിസ്ഥാൻ്റെ ദുരിതകാലത്ത് ആരാണ് സഹായിച്ചത്? പാകിസ്ഥാൻ. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ ദുരിതകാലത്ത് സഹായിച്ച് പാകിസ്ഥാനെ എന്തുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നു, എന്തുകൊണ്ട് അകറ്റുന്നു, എന്നിട്ട് പാകിസ്ഥാൻ്റെ ശത്രുവായിട്ടുള്ള ഇന്ത്യയോടൊപ്പം പോയി ചേരുന്നു? അതാണ് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചൊരു കാര്യം. പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ തിരിച്ചു ആക്രമിക്കുന്നു. ഇങ്ങനെ ഒരു അക്രമം വരുമ്പോഴാണ് ഈ അറബ് നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ കൂടി പരസ്പരം ചോദിച്ചു, ഇതെന്തേത് അടിച്ചടിച്ച് നമ്മൾ തമ്മിലടിയാൻ, ഇത് നിർത്തണം. അങ്ങനെ അവർ ഔദ്യോഗികമല്ലാതെ ഈ കാര്യത്തിൽ ഇടപെടുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.